കെ ഗണേഷ്, കോൺഗ്രസിൽ നിന്ന് വ്യാപകമായി നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട്. വലിയ വലിയ നേതാക്കൾ പണ്ട് മുതലേ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് കാണാൻ. കാരണം ഇപ്പോൾ അധികാരമുള്ള പാർട്ടി ബി ജെ പി ആണ്. ബി ജെ പിയോട് ഒട്ടി നിന്നാലേ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കിട്ടൂ. അതിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കണമെങ്കിൽ ബി ജെ പിയോട് ഒട്ടി നിൽക്കണം. ഇപ്പോൾ കോൺഗ്രസ് ആവുന്നത് ലാഭകരമായ ഒരു കാര്യമല്ല. കോൺഗ്രസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ആയാൽ ചിലപ്പോൾ ഇ ഡി വരികയും ചെയ്യും. അശോക് ചവാന്റെ ഒക്കെ അവസ്ഥ അറിയാലോ. അദ്ദേഹം ആദർശ് ഫ്ലാറ്റ് കുംഭകോണത്തിൽ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചേനെ. പക്ഷേ ബി ജെ പി ആയതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ശരത് പവാറിന്റെ അനന്തരവന്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ എത്ര സ്കാം ഉണ്ടായിരുന്നു. പക്ഷേ ബി ജെ പി എത്തിയതോടുകൂടി അദ്ദേഹം വിശുദ്ധനാക്കപ്പെട്ടു. നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഏജൻസി ഉണ്ട്, അതുകൊണ്ട് കുറേ നേതാക്കൾ വരുന്നു എന്നുള്ളത് ശരി തന്നെ. രാഷ്ട്രീയ അധികാരം ഉള്ളിടത്തോളം കാലം അങ്ങനെ ഒരു ആൾക്കൂട്ടമായി അത് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് പ്രത്യേകിച്ച് കാര്യം? അല്ല അഭിലാഷേ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ബി ജെ പിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായിട്ട് വാദിക്കുന്ന എതിരെ ശക്തമായി വാദിക്കുന്ന ആളാണ് താങ്കളെപ്പോലുള്ളൊരു മാധ്യമ പ്രവർത്തകൻ. താങ്കൾക്കെതിരെ ഏതെങ്കിലും ഇ ഡി കേസെടുക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. കാരണം അഭിലാഷിനെ പോലുള്ളൊരു മാധ്യമ പ്രവർത്തകൻ ശക്തമായി ഞാൻ ചോദിക്കണേ, ഇവര് പറഞ്ഞു കേസെടുത്ത് പേടിപ്പിക്കുകയാണെന്നാ പറയുന്നത്. അപ്പൊ മെറ്റീരിയൽ ഉള്ളത് കൊണ്ടല്ലേ? അതാണ് ഞാൻ ഇവർക്ക് എന്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേരളത്തില് ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? അതല്ല ഞാൻ പറഞ്ഞ, മെറ്റീരിയൽ ഉള്ള ആള് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതാണ് ഇവർ ഈ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അരുൺകുമാറിനെ പോലെയുള്ള ആളുകൾ ഇ ഡിക്കെതിരെയും അത് ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ ഏകദേശം പിടിച്ചകത്തിടുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അവിടേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇത് പറഞ്ഞു നിൽക്കാൻ ഒരു കാര്യം വേണം. അവരുടെ അണികളെ എന്താ പറയാ റോട്ടിലിറക്കാൻ, ആ സമയത്ത് റോട്ടിലിറക്കാൻ ഒരു കാരണം വേണം. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് അല്ല ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞ കണക്ക് തെറ്റാണെന്നോ ശരിയാണെന്നോ മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ഞാൻ പറഞ്ഞത് രാജ്യത്ത് വലിയ തരത്തിലുള്ള വികസനമുണ്ട്. നിങ്ങൾ പറഞ്ഞു ആദർശത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ആദർശത്തിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ ആദർശം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും എല്ലാ തരത്തിലും സുഖ സൗകര്യങ്ങളോടെയും ജീവിക്കാൻ സാധിക്കണം. അവരുടെ രാജ്യത്ത് അവർക്ക് നല്ലപോലെ ജോലി ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവണം. ശത്രു രാജ്യം ആക്രമിക്കാൻ വന്നാൽ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാവണം. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു ശക്തനായിട്ടുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷക്കാലമായി നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം പോലും മറന്നുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. അതിൽ വലിയ തോതിൽ ആളുകൾ ആകൃഷ്ടരായിട്ടുണ്ട്. വലിയ തോതിൽ നേതാക്കന്മാരും അണികളും ജനങ്ങളും ആകൃഷ്ടരാകുന്നു. നിങ്ങൾ എത്ര കുറ്റപ്പെടുത്തിയാലും, നിങ്ങൾ എത്ര ഇ ഡിയുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആളുകൾ കടന്നു വരുന്നു എന്ന് പറഞ്ഞാലും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. നിങ്ങൾ ദേശീയ ചാനലുകളുടെ സർവേകളൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ നാട്ടിൽ വരാൻ പോകുന്ന മാറ്റത്തിന്റെ സൂചനയാണ് ഈ നാട്ടിൽ ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. നിങ്ങൾ പത്മജയെ പോലെയുള്ള ആളുകൾ, തമ്പാനൂർ സതീഷിനെ പോലെയുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. അത് ആ മാറ്റത്തിന്റെ സൂചന ഈ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വലിയ തോതിൽ. ഞാൻ പറഞ്ഞു നാളെ തന്നെ ഒരു വലിയ തോതിൽ മാറ്റം ഉണ്ടാവുന്നല്ല. ഇപ്പൊ ബംഗാളിലൊക്കെ എങ്ങനെയാ ഉണ്ടായത്? ഇവിടെ CPM ഒന്നടങ്കം ബി ജെ പിയിലേക്ക് എങ്ങനെയാ വന്നത്? പാർട്ടി ഓഫീസുകൾക്ക് പെയിന്റ് അടിച്ച് BJP ആക്കി മാറ്റിയത് എങ്ങനെയാ? അവർക്ക് അവിടെ ജീവിക്കുവാനുള്ള സൗകര്യം BJPയിൽ നിന്നാൽ മാത്രമേ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവർ ഒന്നടങ്കം പാർട്ടി മാറി തൃണമൂലിന്റെ എന്താ പറയാ ഇപ്പൊ അവർ സഖ്യകക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നത്. തൃണമൂലിന്റെ BJP അല്ലാതെ വേറെ വഴിയില്ല. കെട്ടിടവും നിന്ന് കഴിഞ്ഞാൽ തല്ലിക്കൊല്ലും. BJPക്കാർക്ക് തിരിച്ചടിക്കാൻ ശേഷിയുള്ള സമയത്ത് അവർ BJPക്കാരായി. ജീവനല്ലേ ഏറ്റവും വലുത്. അല്ല, ഞാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? അല്ലാതെ ഇവർ പാർട്ടി മാറിയാൽ മറ്റേ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന പോലെ വെട്ടിക്കൊല്ലാൻ നിന്നു കൊടുക്കുകയാണോ വേണ്ടത്? അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കണ്ടേ? എന്താണ് നമ്മളുടെ ആദർശം? സാധാരണക്കാരുടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണം. ആ ജീവിക്കുവാനുള്ള സാധ്യത ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഉണ്ടായിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലാണ് ആളുകൾ BJPയിൽ ചേരുന്നത്. ഇതാണല്ലോ ഗണേഷിന്റെ പോയിന്റ്.